നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു പരീക്ഷണം വിജയകരമായ ഒരു ദിവസമാണ്. അതായത് അലർട്ട് ട്രിഗർ ഓർഡർ. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. നമ്മളുടെ പ്രസൻസ് ഇല്ലാതെ തന്നെ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ വേറെ എവിടെയോ ഇരിക്കുകയാണ്. പക്ഷേ നാളെ മാർക്കറ്റ് ഇങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ഒരു ഗസ്സിൻ്റെ പുറത്ത് 1, 2, 3 ഓർഡേഴ്സ് ഇട്ട് വെക്കുന്നു. ആ ഓർഡറുകൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസിൽ മാർക്കറ്റ് എത്തുമ്പോൾ മാത്രം എക്സിക്യൂട്ട് ചെയ്യുക. അതിന് മോണിറ്റർ ചെയ്യാൻ നമ്മൾ അവിടെ ഇരിപ്പില്ല. ഓട്ടോമാറ്റിക്കലി അവിടെ ട്രേഡ് നടക്കണം. അങ്ങനെ നടത്താനായിട്ടുള്ളൊരു സംവിധാനമാണ് സെറോദ ഒരുക്കിയിരിക്കുന്ന അലർട്ട് ട്രിഗർ ഓർഡർ. അപ്പോൾ അവിടെ മാർക്കറ്റ് വരുമ്പോൾ നമുക്കൊരു അലർട്ട് വരുന്നുണ്ടാകും. ഒപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ അവിടെ ചെയ്യാൻ പറഞ്ഞേക്കുന്ന ഓർഡർ പൊസിഷൻ, അത് ബൈ ആയിരിക്കാം സെല്ലായിരിക്കാം, ആ റിക്വസ്റ്റ് സെറോദയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോയിട്ടുണ്ടാകും. നമുക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ ഓർഡർ കിട്ടിയിട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നലത്തെ ദിവസം നമ്മൾ കുറച്ച് ഓർഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. നമുക്ക് കാണാം കഴിഞ്ഞ ദിവസം, അതായത് 11-ാം തീയതി ജൂലൈയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് ഈ ഒരു പൊസിഷനിലാണ്. സപ്പോർട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചേക്കുന്ന താഴത്തെ ഓർഡർ ബ്ലോക്കായിട്ട് ഈ ഒരു ലൈൻ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ മുകളിലത്തെ ഓർഡർ ബ്ലോക്കായിട്ട് നമ്മൾ ഈ ഒരു റെസിസ്റ്റൻസ് ലൈനും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ടാർഗറ്റ്, അതായത് 13-ാം തീയതിയാണ് നമ്മൾ ഈ ഓർഡേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. ഇന്ന് 14-ാം തീയതിയാണ് മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ഓർഡർ ഇട്ട് വെച്ചു. നമ്മൾ ചെയ്ത ഇതാണ്, ഈ ലൈനിൽ ബൈ ഓർഡർ ഇട്ടു. മുകളിലത്തെ ലൈൻ കാണുന്നിടത്ത് നമ്മളൊരു സെൽ ഓർഡറും പ്ലേസ് ചെയ്തു. അപ്പോൾ അത് പ്ലേസ് ചെയ്തിരുന്നതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. നമ്മളിത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് 13/7/2025 ബൈ BPCL 344.10 നമ്മൾ ബൈ ഓർഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇന്ന് കാലത്ത് അത് ട്രിഗർ ആയേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ഓർഡർ വൺസ് ട്രിഗർ ആയിട്ടുണ്ട്. പിന്നെ സെൽ ഓർഡർ നമ്മൾ വെച്ചിരുന്നത് 349.50 അതും നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇങ്ങനെ 2 സെനാരിയോസ്, അതായത് ഒരു ബൈയും സെല്ലും മറ്റൊരു ബൈയും സെല്ലും, ഇത് രണ്ടും 2 സെനാരിയോസാണ്. അപ്പോൾ ഈ ഒരു സെനാരിയോയിലാണ് മാർക്കറ്റ് പ്രീ ഓപ്പൺ തരുന്നതെങ്കിൽ സെനാരിയോ 1 നമ്മൾ ആക്ടിവേറ്റ് ചെയ്യും, അതായത് എനേബിൾ ചെയ്ത് വെക്കും. അത് വൺസ് ട്രിഗർ ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഡിസേബിൾ പൊസിഷനിലേക്ക് പോകും. അതല്ല എങ്കിൽ നമുക്ക് ഈ കാണുന്നത് പോലെ ഇത് നമ്മൾ ആക്ടിവേഷനെ ചെയ്തിട്ടില്ല, ഇത് ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ആവശ്യം വന്നാൽ അത് നമുക്ക് എനേബിൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് മാർക്കറ്റ് നമ്മൾ നോക്കിയപ്പോൾ പ്രീ ഓപ്പൺ മാർക്കറ്റ് തന്നേച്ചത് 345.80 അങ്ങനെ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ സെനാരിയോ 1ൻ്റെ ഈ ഇട്ടേച്ച ഓർഡറും താഴത്തെ ഇട്ടേച്ച ബൈ ഓർഡറും, മുകളിലത്തെ സെൽ ഓർഡറും താഴത്തെ ബൈ ഓർഡറും നമ്മൾ 1 ക്ലിക്കിൽ നമുക്ക് എനേബിൾ ചെയ്യാം. നമ്മളത് ആ സമയത്ത്, അതായത് ഇന്ന് കാലത്ത് 9:07 ശേഷം പ്രീ ഓപ്പൺ മാർക്കറ്റ് ഡാറ്റ വന്നതിന് ശേഷം ഇത് രണ്ടും നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചു. നമ്മളത് എനേബിൾ ചെയ്തതിന് ശേഷം എപ്പോഴാണത് ട്രിഗർ ആയിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് 9:15 മാർക്കറ്റ് ഓപ്പണായി. മാർക്കറ്റ് 9:15 ഓപ്പൺ ആയതിനു ശേഷം 18ാമത്തെ സെക്കൻഡിൽ നമ്മളുടെ ബൈ ഓർഡർ BPCL നമ്മളിത് ബൈ ഓർഡർ ഇട്ടിരുന്നത് 36 ക്വാണ്ടിറ്റിയാണ്. അത് 344.10 ട്രിഗറായി. അപ്പോൾ നമുക്ക് ഓർഡർ കിട്ടി, 36 ക്വാണ്ടിറ്റി അവിടെ കിട്ടി. കവർ ഓർഡറാണ് നമ്മളിവിടെ ഇട്ടിരുന്നത്. ഓർഡർ ടൈപ്പ് നമുക്കിവിടെ കാണാം, കവർ ഓർഡർ. സോ ദാറ്റ് നമുക്ക് 342.35 സ്റ്റോപ്പ് ലോസും അവിടെ പ്ലേസ് ആയി. അപ്പോൾ ഇവിടെ മാനുവലി നമ്മളിത് എടുക്കാനിരിക്കുകയായിരുന്നെങ്കിൽ 9:15 കഴിഞ്ഞ് 18 സെക്കൻഡിനുള്ളിലാണ് നമുക്കിത് കിട്ടിയേക്കുന്നത്. മാനുവലി എടുക്കാനാണെങ്കിൽ നമുക്കതവിടെ കിട്ടാനുള്ള യാതൊരുവിധ സാധ്യതയുമില്ല. കാരണം 18 സെക്കൻഡിനുള്ളിൽ ആ ഓർഡർ പ്ലേസ് ചെയ്യാനും നമുക്കത് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഇന്ന് നമുക്ക് ആ ഒരു നല്ല എൻട്രി മിസ്സാകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഓർഡർ ഇട്ട് വെച്ചത് നമുക്ക് കുറച്ചധികം ഗുണപ്പെട്ടു എന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ ആ ഓർഡർ കിട്ടിയ ഉടനെ തന്നെ ഞാൻ പിന്നെ ചെയ്തത്, നമ്മൾ വെച്ചേച്ച ഈ ഒരു സെൽ ഓർഡർ എനേബിൾഡ് പൊസിഷനായിരുന്നു, അത് നമ്മൾ ഡിസേബിൾ ചെയ്തു. മറ്റുള്ളതെല്ലാം ഓൾറെഡി ഡിസേബിൾഡ് പൊസിഷനായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഇതൊരു കവർ ഓർഡറാണ് നമ്മൾ വെച്ചത്. സോ ദാറ്റ് നമ്മുടെ 342.35 നമ്മുടെ സ്റ്റോപ്പ് ലോസ് അവിടെ പ്ലേസ് ആയിരുന്നു. അപ്പോൾ സ്റ്റോപ്പ് ലോസ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ എൻട്രി എടുത്തു. ഇന്നിത് ലോ വരെ പോയേക്കുന്നത് ഇതാ നമുക്കിവിടെ കാണാവുന്ന പോലെയാണ്. ഇവിടെ നമ്മൾ എൻട്രി പ്ലേസ് ആയി. ലോ വരെ പോയേക്കുന്നത് 342.85 ഇന്നത്തെ അതിൻ്റെ ലോ പോയേക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 342.35 ആക്ച്വൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ട്രിഗർ ആയിട്ടില്ല.
തിരിച്ച് മാർക്കറ്റ് കയറി വന്നു. നമ്മുടെ ആ എൻട്രി എടുത്ത അതേ 5 മിനിറ്റ് ക്യാൻഡിൽ തന്നെ നമ്മുടെ ഹൈ വെച്ചേക്കുന്ന 347.50 347.55 നമ്മുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നത്. അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പിന്നെ മൂന്നാമത്തെ ക്യാൻഡിലാണ് വന്ന് ഹിറ്റ് ചെയ്യുന്നത്. ഇത് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെറിയൊരു അബദ്ധം അവിടെ കാണിച്ചിരുന്നു. അതായത് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്, നമ്മൾ എൻട്രി 36 ക്വാണ്ടിറ്റി എടുത്തു ബൈ ഓർഡർ. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വന്നിട്ടുണ്ട്, 36 ക്വാണ്ടിറ്റി സ്റ്റോപ്പ് ലോസ്. ഇനി ഇതിൻ്റെ ടാർഗറ്റ് വെക്കുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്ത് ടാർഗറ്റ് ഓർഡർ ഇവിടെ കൊടുക്കേണ്ടതായിരുന്നു നമ്മൾ ചെയ്യേണ്ടത്. അതിന് പകരം ഞാൻ ചെയ്ത അബദ്ധം ഇതാണ്. നമ്മുടെ ടാർഗറ്റഡ് പ്രൈസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് 36 ക്വാണ്ടിറ്റി സെൽ ഓർഡർ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്, ഈ ഒരു പൊസിഷൻ 36 ക്വാണ്ടിറ്റി ബൈ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അറ്റ് ദ സെയിം ടൈം തന്നെ മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോൾ നമുക്ക് 36 ക്വാണ്ടിറ്റി അവിടെ സെല്ലും ആയിട്ടുണ്ട്. അപ്പോൾ 2 പൊസിഷനുകൾ ഒരേ സമയത്ത് ഒരേ സ്റ്റോക്കിലും ഒരേ ക്വാണ്ടിറ്റി ബൈയും സെല്ലും പൊസിഷൻ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊരു അബദ്ധത്തിൽ സംഭവിച്ചതാണ്, നമുക്ക് പറ്റിയ അബദ്ധമാണ്. എനിവേ അത് രണ്ടും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ, അതായത് ഫസ്റ്റ് പൊസിഷൻ നമുക്ക് 118 രൂപ ടാർഗറ്റ് കിട്ടിക്കൊണ്ട് എക്സിറ്റായി. രണ്ടാമത്തത് അവിടെ ഹിറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് ഒന്ന് റിജക്ഷൻ വന്നതുകൊണ്ട് തന്നെ നമുക്കൊരു 12 രൂപയുടെ പ്രോഫിറ്റ് അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ 2 എൻട്രികളിലേക്ക് നമുക്ക് പോസിറ്റീവ്ലി തന്നെ അത് അവസാനിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇതാണ് ഈ 4 എൻട്രികൾ കാണിച്ചേക്കുന്ന ഫസ്റ്റ് ബൈ ഓർഡർ കൊടുത്തത് ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അതിനുശേഷം 9:29 നമ്മൾ ആ എൻട്രി എടുത്തത് 36 ക്വാണ്ടിറ്റി ഇവിടെ സെല്ലും കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ആണ് ഇവിടെ ഒരു 9:30 ഇവിടെ നമ്മൾ കാണുന്ന പോലെ 36 എൻട്രി നമ്മുടെ കയ്യിൽ കാണിച്ചേക്കുന്നത്. അത് ആക്ച്വലി അങ്ങനെ വരേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് നമുക്ക് അറിയത്തില്ല. എനിവേ അടുത്ത ദിവസങ്ങളിൽ ആ അബദ്ധം വരാതെ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ എനിവേ ഇന്നിപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ അലർട്ട് ട്രിഗർ ഓർഡർ യൂസ് ചെയ്തത് കൊണ്ടിട്ടാണ് ഈ പ്രൈസിൽ നമുക്ക് എൻട്രി കിട്ടിയത്. അതർവൈസ് തിരക്കുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പോൾ ആ എൻട്രി കിട്ടുന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഉണ്ടായിരുന്നത് റോഡിലാണ്. അപ്പോൾ തിരക്ക് ഉണ്ട്, നമുക്ക് ആ സമയത്ത് നോക്കിയിരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടൂളാണിത്. അപ്പോൾ എൻട്രി മിസ്സായി പോകത്തില്ല. ഇനി മാർക്കറ്റിന് മുന്നിൽ നോക്കിയിരുന്നിട്ട് ഒരു പർട്ടിക്കുലർ പ്രൈസിൽ വരുമ്പോൾ നമ്മുടെ സ്ട്രാറ്റജി അങ്ങനെയുള്ളതാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം, നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നാളെ മാർക്കറ്റിൽ എന്ത് ചെയ്യണം, എവിടെ ബൈ ചെയ്യണം, എവിടെ സെല്ല് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇന്നേ തീരുമാനിക്കുകയാണ്. നമ്മുടെ സ്ട്രാറ്റജി അങ്ങനെയാണ്, ബിക്കോസ് നമ്മൾ റിവേഴ്സൽ ട്രേഡറാണ്. അപ്പോൾ ഇവിടെ ഒരു പ്രൈസ് ആക്ഷൻ ലൈൻ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എല്ലായ്പ്പോഴും താഴത്തുനിന്ന് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ എല്ലായ്പ്പോഴും സെല്ലേ ചെയ്യത്തുള്ളൂ. നേരെ മറിച്ച് പ്രൈസ് മുകളിൽ നിന്ന് താഴത്തേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ സപ്പോർട്ടിൽ ബൈയേ ചെയ്യത്തുള്ളൂ. ഇത് നമുക്ക് പ്രീ ഡിസൈഡഡ് ആണ്, നമ്മൾ നേരത്തെ തീരുമാനിച്ച് വെച്ചേക്കുന്നതാണ്. ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് മുൻകൂട്ടി എവിടെ ബൈ ചെയ്യണം, എവിടെ സെല്ല് ചെയ്യണം എന്ന് നിങ്ങളുടെ സ്ട്രാറ്റജി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലർട്ട് ട്രിഗർഡ് ഓർഡേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. എനിവേ ഇന്നത്തെ ദിവസം നമുക്കങ്ങനെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാപിറ്റലായിട്ട് ഇതിനുള്ളിൽ വെച്ചേക്കുന്നത് സറോദയിലേക്ക് നമ്മുടെ ഫയേഴ്സിലെ കംപ്ലീറ്റ് ക്യാപിറ്റൽ മാറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ക്വാണ്ടിറ്റി ഇന്ന് എടുത്തേക്കുന്നത് ചെറുതാണ്. അടുത്ത ദിവസങ്ങളിൽ അപ്പോൾ നമ്മൾ റിഡംഷൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഫയേഴ്സിൽ നിന്ന്. അത് ഇന്ന് നമ്മുടെ കയ്യിൽ ക്യാഷ് വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ നമ്മൾ അത് സറോദയിലേക്ക് മാറ്റിയിട്ട് ഫുൾ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യാം എന്ന് കരുതുവാണ്. എനിവേ ഇന്നത്തെ ട്രേഡ് ഇതാണ്. നമുക്ക് ജേണലും കൂടെ എഴുതിയിട്ട് ഇതൊന്ന് അവസാനിപ്പിക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ജേണൽ എഴുതിയിട്ടുണ്ട്. ഇന്നിപ്പോൾ BPCLൽ നമ്മൾ ലോങ് എൻട്രി ആണ് എടുത്തത്. 130 രൂപയാണ് ടോട്ടൽ പ്രോഫിറ്റ് വന്നേക്കുന്നത്. പൊസിഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ഡേ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. റിസ്ക് റിവാർഡ് 1:2 ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഈ മാസം ഇതുവരെ ഇപ്പോൾ 7 ട്രേഡാണ് നമ്മൾ മൊത്തം എടുത്തിട്ടുള്ളത്. അതിൽ 3 പ്രോഫിറ്റും 4 ലോസുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നെറ്റ് പ്രോഫിറ്റ് വരുന്നത് ഈ മാസത്തേത് 1.49% ആണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഫുൾ ക്വാണ്ടിറ്റി വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ അത് കൂട്ടിക്കൊണ്ടുവരാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ട്രേഡ് ചെയ്തേക്കുന്ന 54 ദിവസമാണ്. അതിൽ 30 ദിവസം നമുക്ക് ലോസ് ആയിരുന്നു, 24 ദിവസമാണ് നമുക്ക് പ്രോഫിറ്റ് ഉള്ളത്. അപ്പോൾ 6 ദിവസം നമുക്ക് കൂടുതലായി ലോസ് സംഭവിച്ചിട്ടുണ്ട്. ഇനി നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷത്തെ 17% നമ്മളുള്ളത്. നെറ്റ് വിന്നിങ് റേഷ്യോ നമുക്ക് 44% വിൻ റേഷ്യോ ആണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അടുത്ത ദിവസങ്ങളിൽ നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളും ഒപ്പം ഇതുപോലെ മാർക്കറ്റ് എപ്പോൾ ഓപ്പൺ ചെയ്താലും ആ ട്രേഡ് നമുക്ക് എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അലർട്ട് ട്രിഗർ ഓർഡർ യൂസ് ചെയ്യുകയും കൂടെ ചെയ്താൽ നമ്മുടെ വിൻ
പ്രോബബിലിറ്റി കുറച്ചും കൂടെ കൂടേണ്ടതാണ്. കാരണം ഇതുപോലെയുള്ള ഓർഡർ നമുക്ക് അതല്ലായിരുന്നുവെങ്കിൽ ഇന്ന് കിട്ടേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒരു 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫസ്റ്റ് 1 മിനിറ്റിനുള്ളിൽ ഇത് വന്ന് ഹിറ്റ് ചെയ്തിട്ട് തിരികെ പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു 30 സെക്കൻഡ്സ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും കാണാം ഫസ്റ്റ് 30 സെക്കൻഡ്സിനുള്ളിൽ ഇത് ട്രിഗറായിട്ട് പിന്നെ അങ്ങ് പോവുകയാണ്. സോ ദാറ്റ് നമുക്കിത് മാനുവലി ഇടുമ്പോൾ അവിടെ ചെറിയൊരു പ്രശ്നം, നമുക്കത് കിട്ടാനായിട്ടുള്ള കൺഫ്യൂഷൻ കാര്യങ്ങളുണ്ട്. സോ ദാറ്റ് ഇത്രയും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ഓൾറെഡി ഓട്ടോമേറ്റ് ചെയ്ത് നമുക്കത് അവിടെ വരുമ്പോൾ കിട്ടാൻ പാകത്തിന് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മാനുവലി ചെയ്യുമ്പോൾ ഉള്ള ആ ഇമോഷണൽ ഇല്ലെങ്കിൽ നമ്മുടെ ആ റെസ്പോൺസ് ടൈം ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം തലേ ദിവസം തന്നെ ഓർഡർ ഇട്ട് വെക്കുന്നതിലൂടെ. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ വിൻ റേഷ്യോ കുറച്ചും കൂടെ ഉയരേണ്ടത് ആണെന്നാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ എല്ലാം സംഭവിച്ചാൽ നമ്മൾ ഒരു വർഷത്തേക്ക് 100% പ്രോഫിറ്റ് ടാർഗറ്റാണ് വെച്ചേക്കുന്നത്. അതായത് ഒരു മാസം 8.5% താഴെ കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് വിൻ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ ഈ പറയുന്ന പ്രോഫിറ്റ് ടാർഗറ്റ് വെച്ചേക്കുന്നതിന് ധാരാളം മുകളിലേക്ക് വരേണ്ടതാണ്. എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു ഇപ്പോൾ 54 ദിവസമാണ് മൊത്തം ആയിട്ടുള്ളത്. ഇവിടെ ഒരു 200 ദിവസം ഈ വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ളിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു പൊസിഷനിലേക്ക് പോകാൻ പറ്റും എന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ. എനിവേ നിങ്ങളെല്ലാവരും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ പറയുന്ന പോലെ ഓർഡർ ബ്ലോക്ക് കണ്ടെത്തുന്നത് കൃത്യമായിട്ടൊന്ന് പഠിക്കുക. അതിനുശേഷം ഈ ഒരു ഓപ്ഷൻ മാർക്കറ്റ് തിയറി വോളിയം പ്രൊഫൈൽ നോക്കിയിട്ട് ഇതിനെപ്പറ്റി അത് കൂടുതൽ ആരും പറഞ്ഞു തന്ന് പഠിപ്പിക്കാൻ പറ്റുന്നൊരു കാര്യമാണോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ സ്വന്തമായിട്ട് ഇതിൻ്റെ ഓരോ ക്യാൻഡിലുകളും ബിൽഡ് ആവുമ്പോൾ അതിൻ്റെ പിന്നിൽ നടന്നേക്കുന്ന ബൈയും സെല്ലും എന്താണ്, അവിടെ എന്താണ് ഓൾറെഡി സംഭവിച്ചേക്കുന്നത്, ഇനി ഹിസ്റ്റോറിക്കലി അതേ പ്ലേസിൽ വരുമ്പോൾ എന്ത് സംഭവിക്കാം, അതൊക്കെ സ്വയമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ആദ്യം നമുക്ക് ഉത്തരങ്ങളൊന്നും കിട്ടുന്നില്ലായിരിക്കാം, പക്ഷേ പതുക്കെ പിന്നെ നമ്മളുടെ തന്നെ ചിന്തഗതികളിലൂടെ നമുക്കറിയാത്ത പല കാര്യങ്ങളും തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. എനിവേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.